നമസ്കാരം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുന്ന കരട് വോട്ടർ പട്ടിക പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിന്ന് 58 ലക്ഷത്തിലധികം അഥവാ മൊത്തം വോട്ടർമാരുടെ 7.6% പേരുകൾ നീക്കം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന സൂചന മമത സർക്കാരിന് കനത്ത പ്രഹരമാണ് നൽകുന്നത്. വോട്ടർ പട്ടികയിലെ ഈ പൊരുത്തക്കേടുകൾ, പ്രത്യേകിച്ച് സ്ഥലത്തില്ലാത്തവർ, മരിച്ചവർ, ഇരട്ട വോട്ടർമാർ, അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവർ എന്നിവരുടെ പേരുകൾ നീക്കം ചെയ്യാനുള്ള നീക്കം തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ നേരിട്ട് ബാധിക്കുമെന്ന ആശങ്കയിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി. വോട്ടർ പട്ടിക ശുദ്ധീകരണം മമതയുടെ ഉറക്കം കെടുത്തുന്നതിന്റെ പ്രധാന കാരണം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റക്കാരാണ്. കൃത്യമായ പാസ്പോർട്ടുകളോ യാത്രാരേഖകളോ ഇല്ലാത്തവരാണ് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നത്. പലരും വർഷങ്ങൾക്ക് മുമ്പേ ജീവിക്കാനായി ബംഗാളിൽ എത്തിയവരോ കാലാവധി കഴിഞ്ഞും താമസിക്കുന്നവരോ ഒക്കെയാണ്. SIR നടപടികൾ നടപ്പാക്കി കഴിയുമ്പോൾ പിടിക്കപ്പെടുമെന്ന ഭയം ഇവരെ അതിർത്തി കടക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അനധികൃത വോട്ടർമാർക്ക് സംരക്ഷണം നൽകി തൃണമൂൽ സർക്കാർ വോട്ട് രാഷ്ട്രീയം കളിച്ചിരുന്ന വിമർശനം ഈ ശുദ്ധീകരണത്തോടെ ശക്തമാവുകയാണ്. വോട്ടർ പട്ടികയിലെ ഈ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിലൂടെ കമ്മീഷൻ രാഷ്ട്രീയ ശുദ്ധീകരണം കൂടിയാണ് നടത്തുന്നത്. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ 5 സംസ്ഥാനങ്ങളുടെ കരട് വോട്ടർ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിക്കും. പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗോവ, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ SIR കരട് പട്ടികയാണ് പുറത്തിറക്കുന്നത്. കരട് പട്ടികയിൽ നിന്നും ബംഗാളിൽ 58 ലക്ഷം പേർ പുറത്തായതായിട്ടാണ് റിപ്പോർട്ടുകൾ. ബംഗാളിൽ ആകെ 58,897,897 വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. 31,39,815 പേർ ഹിയറിംഗിനായി ഹാജരാകേണ്ടി വരും. ഏതാണ്ട് 13.74 ലക്ഷം പേരുകൾ. ഇവരെ സ്ഥലത്തില്ലാത്തവർ, മരിച്ചവർ, ഇരട്ട വോട്ടർമാർ എന്നിങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പൊരുത്തക്കേടുകൾ ഉള്ളത്. എന്തായാലും ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഗോവയിൽ 8.5%, രാജസ്ഥാനിൽ 8% പേരുകളും നീക്കം ചെയ്തുവെന്നാണ് കണക്കുകൾ. ഏറ്റവും കുറവ് പേരുകൾ നീക്കം ചെയ്തിട്ടുള്ളത് ലക്ഷദ്വീപിലാണ്. 2.5% പേരുകൾ മാത്രമാണ് ലക്ഷദ്വീപിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ SIR നടപടികൾ നീട്ടിവെച്ചിട്ടുണ്ട്. ഡിസംബർ 4-നാണ് SIR നടപടികൾ ആരംഭിച്ചത്. ഡിസംബർ 11 വരെ പ്രക്രിയ തുടർന്നു. ഡിസംബർ 16-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കരട് പട്ടികയിൽ എതിർപ്പുള്ളവർക്ക് 2026 ജനുവരി 17 വരെ അപേക്ഷിക്കാം. ഹിയറിംഗ് പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിക്കും. എന്തായാലും ബംഗാളിലെ ബംഗ്ലാദേശികളെ വിട്ടുകൊടുക്കില്ല എന്ന് മമത ആവർത്തിച്ച് പറയുന്നുണ്ട്. SIR നടപ്പാക്കി കഴിയുമ്പോൾ പിടിക്കപ്പെടുമെന്ന് പേടിച്ചാണ് പല ബംഗ്ലാദേശികളും ബംഗാളിന്റെ അതിർത്തി വഴി ബംഗ്ലാദേശിലേക്ക് ഇറങ്ങി ഓടുന്നത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിൽ BJP ലക്ഷ്യമിടുന്നത് 160-ലധികം സീറ്റുകളാണ്. BJP സംബന്ധിച്ചിടത്തോളം ബംഗാൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, 2021-ലെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് അതിൽ ആദ്യത്തേത്. 2021-ലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ BJP 77 സീറ്റുകളും 38 വോട്ട് ശതമാനവുമാണ് ബംഗാളിൽ നേടിയെടുത്തത്. തൃണമൂലിന്റെ വോട്ട് വിഹിതം 48% അതായത് വെറും 10% വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് അന്നുണ്ടായിരുന്നത്. മികച്ച മുന്നേറ്റം നടത്തിയാൽ ബംഗാളിൽ ഭരണമാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. 294 അംഗ നിയമസഭയിൽ 224 തൃണമൂലിന്റെ അംഗബലം. ഇനി മറ്റൊരു കാരണം ബീഹാറിൽ BJPക്ക് ഉണ്ടായ വിജയമാണ്. ബീഹാർ BJPക്ക് നൽകിയത് ചില്ലറ ആത്മവിശ്വാസമൊന്നുമല്ല. ഇതിനു പുറമെ BJPയുടെ മുതിർന്ന നേതാക്കൾ മമതയെ പൂട്ടാനും തൃണമൂൽ കോൺഗ്രസിനെ വീഴ്ത്താനും ചില തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട്. തൃണമൂലിന്റെ ചില നേതാക്കളെ BJP ലക്ഷ്യം വെച്ച് കഴിഞ്ഞു. തൃണമൂൽ നേതൃത്വത്തിനെതിരെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന നേതാക്കളെയാണ് BJP നോട്ടമിട്ടിരിക്കുന്നത്. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിലൂടെ ലക്ഷക്കണക്കിന് പേരുകൾ നീക്കം ചെയ്യുന്നതോടെ വോട്ടർമാരുടെ കണക്കിലെ കൃത്രിമങ്ങൾ അവസാനിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ശക്തമായ നടപടി അഭിനന്ദനാർഹമാണ്. മമതയുടെ ഭരണ മികവില്ലായ്മ, രാഷ്ട്രീയ അക്രമങ്ങൾ, അനധികൃത കുടിയേറ്റം എന്നിവയാൽ ബംഗാളിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായിരിക്കെ ഈ നീക്കം സംസ്ഥാനത്ത് സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വഴിയൊരുക്കും. അനധികൃതമായി ഇവിടെ ജീവിക്കുന്നവരെ ആശ്രയിച്ച് വോട്ട് രാഷ്ട്രീയം നടത്തുന്ന മമതാ ബാനർജിക്കും തൃണമൂലിനും ഇത് കനത്ത തിരിച്ചടിയാകും നൽകുക. വരും മാസങ്ങളിൽ വോട്ടർ പട്ടികയിലെ ഈ ശുദ്ധീകരണം BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ തരംഗമായി മാറിയാൽ ബംഗാളിൽ ഭരണമാറ്റം യാഥാർത്ഥ്യമാകും.